സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഓഫീസ് സ്കൂളും ഒന്നും ഇല്ലാത്തതിൻ്റെ സന്തോഷത്തിൽ താമസിച്ചാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. സ്കൂളല്ലെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ തണുപ്പത്ത്. അപ്പോൾ എന്തായാലും 3 പേരും ഒന്ന് ഒരുമിച്ചുള്ള ദിവസമാണ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ തണുപ്പ് നല്ല രീതിയിൽ പീക്കായിട്ടുണ്ട് കേട്ടോ. പുറത്തൊക്കെ നല്ല കാറ്റാണ്, തണുത്ത കാറ്റ്. പുറത്ത് ഫോഗ് വലിയ രീതിയിലില്ല, എങ്കിലും നല്ല കാറ്റാണേ. ടെമ്പറേച്ചർ ഇപ്പോൾ 9:30 3 ഡിഗ്രിയാണ്. രാത്രിയിലൊക്കെ ഒത്തിരി താഴും. നമ്മുടെ കൈയൊക്കെ വെള്ളം എങ്ങാനും പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഐസ് കട്ടയാണ്. അപ്പോൾ അതേ ചായയും ഹങ്കുൻ്റെ പാലും. അപ്പോൾ എൻ്റെയും രാക്കയുടെയും ചായയാണിപ്പോൾ എനിക്ക് ഏറ്റവും ആശ്വാസം കേട്ടോ. അല്ലെങ്കിലും ഞാനൊരു ചായ അഡിക്റ്റാണ്. ഈ സമയം പിന്നെ പറയണ്ടല്ലോ, എത്ര ചായ കുടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് ഇഞ്ചി ഏലക്ക എന്തൊക്കെ ഇടാവോ അത്രയൊക്കെ ഇടും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ, നമ്മുടെ അരി ഉഴുന്നും മാവിൻ്റെ ബാക്കി അതിരിപ്പുണ്ടായിരുന്നു. ദോശയായിട്ട് അങ്ങ് ചുടുകയാണ്. ഓൾമോസ്റ്റ് ബ്രഞ്ചായിട്ടാണ്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ സാമ്പാർ കുറച്ചേ ഉള്ളൂ, പൊടി ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ചട്നി ആക്കാമെന്ന് വിചാരിക്കുക. കാരണം തേങ്ങാ ചട്നി നടപടിയാകില്ല, ഇങ്ങനെ ഒരുമാതിരി പിരിഞ്ഞിട്ട് ഒരു ടേസ്റ്റും കാണത്തില്ലെന്ന്. പിന്നെ നമ്മൾ പൊട്ടുകടല എങ്ങാനും ചേർക്കുവാണെങ്കിൽ ഓക്കെ, പക്ഷേ ഞാൻ തക്കാളി ചട്നിയാണ് റെഡിയാക്കി വെച്ചു. അങ്കുവിൻ്റെ ഫേവറേറ്റ് തക്കാളി ചട്നിയാണ്. അവൻ്റെ തക്കാളി ചട്നിയാണ് ദോശയുടെ കൂടെ ഏറ്റവും ഇഷ്ടം. അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചൂട് ദോശ. ബാക്കി കുറച്ച് പാത്രമുള്ളത് ഞാനിപ്പം മെയ്ഡിനെ കൊണ്ടാണ് കഴിക്കുന്നത്. ഒരു നേരം പുള്ളിക്കാരി വീട്ടിൽ പോകുന്നതിന് മുന്നേ കഴുകി തന്നേച്ച് പോകട്ടോ. അപ്പോൾ 12 മണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ബ്രഞ്ചായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചായെങ്കിലും അങ്കൂര് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങളും അത്രേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ലഞ്ച് വലിയ രീതിയിലൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്കൂന് കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ അവന് വൈറ്റ് പാസ്തയാണ് കൂടുതൽ ഇഷ്ടം റെഡ് പാസ്തയെ കാട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് പാസ്ത തന്നെ ആകട്ടെ. ഇത് നമ്മുടെ ബാംബനോടെ സൂചി പാസ്ത കേട്ടോ, ഡെയിലി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. 20 റുപ്പീസാണ്. പെന്നെ പാസ്തയാണ്. അത് കുറച്ച് ഉപ്പും വെള്ളത്തിൽ ഒഴിച്ച് നമ്മുടെ ഓയിലും കൂടെ ഒഴിച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ച് നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി വെക്കാം. സോസിന് ഞാൻ പാലിൽ 1 ടീസ്പൂൺ മൈദ ഒന്ന് കുറുക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ബട്ടറും ചീസും ഇതിൽ അങ്കുനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ചേർത്തില്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ പാസ്ത ഹേർബ്സ് ഉണ്ടായിരുന്നു മിക്സ്. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ്. പെപ്പർ പൗഡർ വേണമെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കഷ്ണം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്ത്. അത് ഞാൻ പറഞ്ഞ ഉപ്പ് ബട്ടറൊക്കെ പിള്ളേർക്ക് ആഡ് ചെയ്യുമെങ്കിൽ നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. കുറച്ച് ലൂസായിട്ടിരിക്കട്ടെ, കാരണം ഇരുന്ന് കുറുകും. ഈ ഒരു രീതിയിൽ നമുക്ക് പാസ്ത, മൈദ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ എന്തായാലും വെന്തിട്ടുണ്ട്. പാലാണ് മെയിനായിട്ട്. പിന്നെ ഹേർബ്സ് ഒന്നും ഒരു ദൂഷ്യവും ചെയ്യത്തില്ല. ഇത് സൂചിയുടെ പാസ്തയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം ലോ ഫ്ലെയിമിൽ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ. നമ്മൾക്ക് ചീസ് ഇഷ്ടമില്ലാത്ത ഈ സമയത്ത് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം കേട്ടോ. രാക്കയ്ക്ക് പാസ്ത അത്ര താല്പര്യമില്ല, രാക്കയെ കഴിക്കത്തില്ല. ഞാൻ കുറച്ച് കഴിക്കും കേട്ടോ. ഇടയ്ക്ക് ചില സമയത്തൊക്കെ എനിക്ക് കഴിക്കാൻ തോന്നും. വലിയ എരിവൊന്നും ഇതിനില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഹാപ്പി ആവും. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു ചീസ്, ഞാൻ പറഞ്ഞു ചീസ് ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട്, അങ്കുന് ഭയങ്കര ഇഷ്ടമാണ് ചീസ്, അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ രീതിയിൽ കിട്ടി. പിന്നെ ഞങ്ങൾക്കിനി ലഞ്ച് വലിയ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പ്രോബയോട്ടിക് ആയിട്ട് നമ്മൾ കുറേ തൈര് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൈര് ഈ തണുപ്പായതുകൊണ്ട് അങ്ങനെ അധികം കഴിക്കാതെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അത് തൈരിനൊരു എന്താ പറയുക പകരക്കാരനാണ്. അപ്പോൾ കുറച്ച് അവൽ പായസം, എന്തായാലും പാല് നമുക്ക് കുറേ ഇരിപ്പുണ്ട്. വെള്ള അവലാണ് ഇവിടെ ഉള്ളത് കേട്ടോ, കുറച്ച് കട്ടിയുള്ള അവലാണ് ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് പഴയ നേരത്തെ ഇരുന്ന് കാച്ചി വെച്ചിരുന്ന പാല് ഞാനതെടുത്തിട്ട് പിന്നെ അല്ലാതെ ഞാൻ 1 ലിറ്റർ പാല് കാച്ചാനും വെക്കുന്നുണ്ട്. ഈ നമ്മുടെ ഇവിടെ കിട്ടുന്ന അവൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കട്ടിയുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അവിടുത്തെ അത് കുറച്ച് നെയ്യിലൊന്ന് വരട്ടിയിടാം. ഓൾറെഡി ഈ പാലിന് നമുക്കിവിടെ കിട്ടുന്ന നല്ല നെയ്യാണ്, അതുകൊണ്ട് ഞാൻ നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്യുന്നില്ല. ഞാനൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം നല്ല നെയ്യുടെ ടേസ്റ്റാണേ. പിന്നെ ഏലക്ക നമുക്ക് ഫ്ലേവറിന് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ കിട്ടുന്ന ശർക്കര ഉപ്പില്ലാത്തതായതുകൊണ്ട് വിരിഞ്ഞു പോകത്തില്ല. പഞ്ചസാര ഇരുന്ന് അതേ ഒരു ഇതിൽ തന്നെ കിട്ടും. നമ്മുടെ പാലട പായസത്തിൻ്റെ കളറിലും കിട്ടും കുറുക്കിയെടുത്ത പോലെ, കാരണം ആ ശർക്കരപ്പൊടിയുടെ. അപ്പോൾ അതേ ഇരുന്ന് കുറുകിയതാ. അപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടാണ് ഞാനൊരു ഗ്ലാസ് ചെറിയ ചൂടോടുകൂടി അങ്ങ് കുടിക്കാം. ഇത് വയറിന് നല്ല ഹെൽത്തി ആട്ടോ ഈ അവൽ പായസം എന്ന് പറയുന്നത്. മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ അത് എന്തായാലും ഒരു ഗ്ലാസ് ഞാൻ കുടിക്കട്ടെ. രാക്കയും അങ്കും കൂടെ നമ്മുടെ വണ്ടി കഴുകാനായിട്ട് പുറത്ത് കഴിക്കാനായിട്ട് പോയി. നമ്മൾ കാശ്മീർ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് വണ്ടി എല്ലാം ചെളി പിളിയാണ്. പിന്നെ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ?
കലക്കുഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴി എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടെക്സ്റ്റൈൽസ് ആണ്, കേരളത്തിലുള്ള, പാലക്കാടുള്ള കേട്ടോ, കുത്താമ്പുള്ളി എന്തോ, ഞാനത് കാണിച്ചു തരാം അവരുടെ. അതിന് 700 രൂപയാണ് ഈ സെറ്റ് സാരിക്ക്. ഒരു ക്രിസ്മസ് തീമായിട്ട് അവർ ഇറക്കിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ സെറ്റ് സാരി ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ ടിഷ്യൂ അല്ല സോഫ്റ്റ് അല്ല, എന്താണ് മെറ്റീരിയൽ എന്ന് അറിയത്തില്ല, വലിയ കുഴപ്പമില്ല. എനിക്ക് സാരിയെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. എന്തായാലും ഞാൻ വാങ്ങിച്ചു. ഇന്ത്യൻ പോസ്റ്റ് വഴി 150 രൂപ എങ്ങാണ്ടെയാണ് കൊടുത്ത് ഇവിടെ എത്തി കേട്ടോ. കുത്താമ്പുള്ളി കൈത്തറിക്കട, രാമചന്ദ്രൻ ഹാൻഡ്ലൂംസ്, പാലക്കാട്. മെല്ലെ കൊണ്ടു. ഡിന്നർ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ, ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ തന്തൂരി അടുപ്പായിരുന്നു. അപ്പോൾ തന്തൂരി നാനുണ്ടായിരുന്നു, തന്തൂരി റൊട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 മുട്ടക്കറിയും 2 തന്തൂരി ചിക്കനും ഓർഡർ ചെയ്തു. ഇവിടുത്തെ തന്തൂരി ചിക്കൻ സൂപ്പറാട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണമാണ്, മറ്റേത് ഞാൻ തുറന്നില്ല. ഇത് കഴിച്ചിട്ട് മതിയെങ്കിൽ അത് തുറന്നാൽ മതിയല്ലെന്ന് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ സാലഡും ചട്നി അതൊക്കെ നല്ല ടേസ്റ്റ്, അതൊക്കെ കൂട്ടി കഴിക്കണം. അപ്പോൾ ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ മുട്ടക്കറി വാങ്ങിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവരുടെ തന്തൂർ. അത് എപ്പോഴും ഇടത്തില്ലല്ലോ, അപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കും അവർ തന്തൂർ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. അതെ, കാലെടുത്ത് വെച്ച് ഇതിൻ്റെ പുറത്ത് നമ്മൾ ആ സാലഡ് പോലെ സംഭവം എടുത്താൽ റൊട്ടിയോ അല്ലെങ്കിൽ നാനോ മാത്രം മതി, കറിയുടെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ കറിയും വാങ്ങിച്ചു. നമ്മുടെ കാശ്മീർ ട്രിപ്പ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ 2 എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത്. നമ്മൾ പഞ്ചാബിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പഠാൻകോട്ട്, പഞ്ചാബ് ജമ്മുവിൻ്റെ ബോർഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ കാണുന്ന ആ ഒരു സ്ട്രീറ്റ് ഫുഡ് കണ്ടോ, അതിന് എന്തോരം ആളുകളാണെന്നറിയാമോ കഴിക്കാൻ വരുന്നത്, ഇത്ര വണ്ടികളാണ്. അത് ഞാനൊന്ന് അതിശയായിപ്പോയി, കാരണം അത്ര ഡിമാൻഡാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡിന്. നമ്മളങ്ങനെ ജമ്മു കയറിയിട്ടുണ്ട് കേട്ടോ. കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വേറൊരു സ്ഥലത്ത് എത്തിയെന്ന്. കാരണം കണ്ടോ, ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു സെറ്റപ്പേ അങ്ങ് മാറും. അങ്ങോട്ട് മുകളിലോട്ട് നമ്മളിനി കയറി പോവല്ലേ, കണ്ടോ. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാലേ, മുകളിലോട്ട് നല്ല തിളക്കമാണ് സൂര്യന്. നമ്മുടെ താഴോട്ടാണ് ഫോഗ്. അപ്പോഴാ പറഞ്ഞത്, ശരിക്കും കുന്നിൻ്റെ മുകളിലോട്ടൊക്കെ സൂര്യന് നല്ല ശക്തിയാണ്. പിന്നെ അവിടെ ഒന്നും ഇത്ര പൊല്യൂഷൻ ഇല്ല. നമ്മുടെ താഴെ ഇവിടെയാണ് ഫോഗും കാര്യങ്ങളും ഒക്കെ. അവിടെ എന്ത് വെളിച്ചമായിരുന്നെന്ന് അറിയാം, തണുപ്പുണ്ടെങ്കിലും നല്ല വെളിച്ചം. അവിടെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജംബോ സൂ എന്ന് പറഞ്ഞൊരു സൂ കണ്ടോ, അത് സംഭവം. പിന്നെ ഇത് IIM ആണ് കേട്ടോ, ജമ്മുവിലുള്ള. എല്ലാം മലമുകളിലായിട്ട്. സൂര്യൻ കണ്ടോ എത്ര തിളക്കമെന്ന് പറയും. പഞ്ചാബ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല സൂര്യൻ്റെ വെളിച്ചം വന്നു തുടങ്ങി. പിന്നെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ കഷ്ടം എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണോണ്ടേയിരിക്കും. നമുക്ക് കാണുമ്പോൾ കഷ്ടം തോന്നും എപ്പോഴും കൺസ്ട്രക്ഷൻ. കാരണം ഈ മലയല്ലേ, കാണാൻ ഭംഗിയൊക്കെ ആണെങ്കിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മലയുടെ കുന്നിൻ്റെ ഒക്കെ മുകളിലാണ് വീടുകളും കാര്യങ്ങളും. ശരിക്കും അവർ യൂസ്ഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു അതിശയം തോന്നും. പെട്ടെന്നൊരു മാറ്റമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തോന്നുന്നത്. പിന്നെ ടണൽസ് എന്ന് പറഞ്ഞാൽ എന്തോരം ടണൽസ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. എത്ര ടണൽ കയറിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു ടണൽ 9 മീറ്ററോളം നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടണലുകളും നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഭംഗി കൂടി വരും അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ. ജമ്മു എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. അവിടെ വൈഷ്ണോദേവിയുടെ ഒരു അമ്പലമുണ്ട്, അതാണ് കൂടുതലും, അല്ലാതെ ഒന്നുമില്ല. പക്ഷെ കാശ്മീരാണ് സംഭവം അടിപൊളി. ജമ്മു ഓക്കെ, സ്ഥലം ഓക്കെ, ഈ കാണുന്ന ഈ ഇപ്പൊ കാണിച്ച ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഹൈഫൈ ഒന്നും ജമ്മുവിൽ കാണാനും ഒന്നുമില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൽ വരുന്നവർക്ക് വരാം. അപ്പം നമ്മൾ ഒരു ചായക്കട കണ്ട് നിർത്തുകയാണ്. നമ്മൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. പുറത്ത് നല്ല എന്താ പറയുക, ചെവിക്കുത്തുന്ന തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലും ഉണ്ട്. ഇത് കശ്മീരി ഇവിടെ കിട്ടുന്ന നാനാട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ജമ്മു കാശ്മീരിലൊക്കെ ഇങ്ങനെ നാൻ പോലെ ഉണ്ടാക്കി. അവർക്ക് അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതാണെന്നാ പറയുന്നത്. ചായയുടെ കൂടെ ഒക്കെ അവരത് കഴിക്കും, ബട്ടറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിങ്ങനെ വെച്ചേക്കുന്ന കണ്ടു. പിന്നെ ഞാൻ ആ കടയിൽ എന്തൊക്കെയാണ് ലോക്കൽ സംഭവങ്ങൾ എന്നൊക്കെ നോക്കിയപ്പോൾ കുറേ അച്ചാറുകൾ കവറിലും അതുപോലെ തന്നെ കുപ്പികളിലും ഒക്കെ പല തരത്തിലുള്ള അച്ചാറുകൾ, ഇവരുടെ ഒരു ഫ്ലേവറിൽ. സൂര്യൻ്റെ ശക്തി കണ്ടോ. അപ്പോൾ നമ്മുടെ ചായ എത്തിയിട്ടുണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ. വൈബൊക്കെ കിട്ടണമെങ്കിൽ ശരിക്കും ഈ ജമ്മുവിലൊക്കെ വന്ന് നമുക്കിങ്ങനെ ചായയൊക്കെ കുടിച്ച്, അല്ലാതെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല. ഈ കാണുന്ന ഒരു സെറ്റപ്പ് നേച്ചറിൻ്റെ ഭംഗിയാണ്. പക്കോടയും ചായയുമാണ് എത്തിയിട്ടുണ്ട്. ചൂട് ചായയും. പെട്ടെന്ന് തണുത്തു പോകും, അത്ര തണുപ്പുണ്ട് പുറത്ത്. ഈ വെയിൽ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, പക്ഷെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എന്തോ ഒരു ചട്നി ഉണ്ട് കേട്ടോ, മുളകും കുറച്ച് എരിവുള്ള ചട്നിയായിരുന്നു ആ നടുക്ക് കാണുന്നത്. ഇപ്പുറത്ത് കാണുന്ന ഉള്ളിയുടെ, അതിന് വലിയ എരിവുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പുറത്തെ സോസാണ്. മിക്സഡ് പക്കോടയായിരുന്നു കേട്ടോ. അങ്കുവിന് വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞാനും രാഖിയും മാത്രമേ കഴിച്ചേ. പിന്നെ ഞാൻ കട വന്ന് അരിച്ച് പെറുക്കിയപ്പോൾ നമ്മുടെ പുളിയുടെ പോലെ, നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങാത്തെര എന്ന് പറയത്തില്ല, ആ മാങ്ങാത്തെര പോലത്തെ സംഭവമാണ്. ആ മാങ്ങാത്തെര എന്ന് പറയുന്ന പോലെ തന്നെ ഡേറ്റ്സ് കൊണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൽവ ടൈപ്പ് കേട്ടോ, നമ്മുടെ ചക്കയൊക്കെ വരട്ടി വെക്കുന്ന പോലെ. പിന്നെ പുളി കൊണ്ടുമുണ്ട്. എന്തോരം ഉണ്ടെന്ന് നോക്കിയേ.
അങ്ങനെ മെല്ലെ നമ്മൾ അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അതേ പാലങ്ങളൊക്കെ കണ്ടു, ഇന്റർ കണക്റ്റഡ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും കേട്ടോ. കൊക്കയും കുഴിയും അതിൻ്റെ മുകളിൽ പാലവും. പെട്ടെന്ന് തന്നെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണി കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ താന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഓറഞ്ച് കളറിൽ കണ്ടോ. ഇവിടുത്തെ പാറയൊക്കെ ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ കൊക്ക പോലെയും ഭംഗിയാണ് കാണാൻ. അതാണ് ജമ്മുവിൽ ഇതാണ്. ഇങ്ങോട്ടൊന്നും അങ്ങനെ വലിയ മഞ്ഞൊന്നും ഇല്ല. മുകളിലോട്ട് നമ്മൾ കാശ്മീരിലോട്ട് പോകുമ്പോഴാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ കൂടുതലും. ഭംഗിയും പൂക്കളും എല്ലാം മുകളിലോട്ട് കാശ്മീരിലാണ്. അപ്പോൾ ജമ്മു അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് അടുത്ത വ്ളോഗിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.